ഹായ് നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോ സ്വാഗതം. അപ്പോൾ ഇപ്പം ഞാനുള്ളത് കാപ്പിൽ ബീച്ചിലാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കുറച്ച് കടൽക്കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഞാനും നമ്മുടെ ഫ്രണ്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പാലം കയറി നമ്മൾ നേരെ കാപ്പിൽ ബീച്ചിലേക്ക് വന്നത് കേട്ടോ. ആ സൈഡിലൊക്കെ ഫുള്ള് മീൻ കിടന്ന് അടിക്കണം കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ മീനുണ്ട്. നമ്മുടെ ഫ്രണ്ട് വന്നിട്ട് ആ സൈഡിൽ അവിടെ വന്നിട്ട് കടലിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് കുറച്ച് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് ഈ സൈഡിലേക്ക് പോകുമ്പോഴത്തേക്കാണ് കുറച്ചും കൂടി ആ കടലിൻ്റെയും കായലിൻ്റെയൊക്കെ ഒരു ഭംഗി ഉള്ളത്. അപ്പം നമുക്ക് എന്തായാലും ആ സൈഡിൽ പോയിട്ട് നമുക്ക് അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇവിടെ വയ്ക്കുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള വ്യൂ ആണ് കിട്ടുന്നത്. വൈകിട്ടായപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ആ സൈഡിലൊക്കെ അവിടേക്ക് നിൽപ്പുണ്ട് കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഒരു കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ എനിക്ക് തോന്നിയിട്ടുള്ള ഈ സൈഡത്തിന് ഫുള്ള് ബ്ലാക്ക് കളറാണ് കേട്ടോ. മണലൊക്കെ വന്നിട്ട് ഇതുപോലെ കറുത്ത കളറാണ് കേട്ടോ. നമ്മൾ വരുന്ന സമയത്ത് വെയിൽ നല്ലപോലെ കുറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് ലൈറ്റിൻ്റെയൊക്കെ ഈ പ്രശ്നമായി. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഇതിൽ വീഡിയോ എടുക്കാം. കുറച്ചു നേരം മേളിലൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് താഴേക്ക് ഇറങ്ങി കേട്ടോ. അവിടെ കുറച്ച് കൊച്ചു കുട്ടികളൊക്കെ ഒന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. ആ സൈഡിലൊക്കെ ഇവിടെയൊക്കെ ആൾക്കാർ കടലിലേക്ക് ഇറങ്ങിപ്പോണ്ട്. ഇവിടുത്തെ നമ്മൾ വർക്കല പോകുമ്പോഴത്തേക്ക് കാണുന്ന പോലെ ആ ബ്ലാക്ക് ബീച്ച് കാണുന്ന പോലെ തന്നെ ഇവിടെയും നല്ല നല്ല കറുത്ത കളറാണ് കേട്ടോ. ഒരുപാടൊന്നും നമുക്ക് നടന്ന് മുന്നോട്ടൊന്നും പോകാനില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കെട്ടിയിരിക്കുന്ന കല്ല് കണ്ടോ. ഈ കെട്ടിയിരിക്കുന്ന കല്ലിൻ്റെ അടുത്ത് നിന്ന് ഇത്ര ദൂരമേ ഉള്ളൂ കടലിലേക്ക്. അപ്പോൾ പെട്ടെന്ന് കടലിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും. ഇതുകൊണ്ട് ആ സൈഡിൽ അവിടെയൊക്കെ കുറേ ചെറിയ വള്ളങ്ങളൊക്കെ ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ബീച്ചിൽ വന്നിട്ട് ഇവിടെയൊക്കെ ഒന്ന് കുറേ നടന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്കല ബീച്ചിൽ നിന്ന് ഏകദേശം ഒരു 7 കിലോമീറ്ററാണ് ഈ കാപ്പിൽ ബീച്ചിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം തന്നെ വരണം. കാരണം വെച്ചാൽ ഉച്ചയ്ക്കൊന്നും വന്നിട്ട് കാര്യമില്ല. വൈകുന്നേരം ടൈമിലൊക്കെ ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നത്. രാവിലെ ഒന്നും അങ്ങനെ അത്ര ആൾക്കാരൊന്നും കാണത്തില്ല കേട്ടോ. അപ്പോൾ വൈകുന്നേരം ടൈമിൽ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഇതുപോലത്തെ കറുത്ത മണലാണ് കേട്ടോ. നമ്മുടെ വർക്കല ബ്ലാക്ക് ബീച്ചിൽ പോകുമ്പോഴത്തേക്ക് കാണുന്ന അതേപോലത്തെ ഒരു സംഭവം കേട്ടോ. ഇത് ഫുള്ളിങ്ങനെ കറുത്ത മണലാണ്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കണ്ട കേട്ടോ, ഇവിടെ ഒരു വള്ളം കയറ്റിയിട്ടിരിക്കുന്നത്. വള്ളം ഫുള്ള് പൊളിഞ്ഞ് നശിച്ചു കേട്ടോ. ഫുള്ള് പോയി, തടിയും കാര്യങ്ങളെല്ലാം പോയി. ഇതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടാകും നോക്കിയിട്ടാ. വള്ളത്തിൻ്റെ അകത്തൊന്നും കേട്ടോ. ഒരു ടാർപ്പ് കിടക്കുന്നു. ഇത് വർക്കിംഗ് കണ്ടീഷൻ അല്ല. ഈ സാധനം ഇപ്പോൾ ഇങ്ങനെ കരക്കേറ്റി ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഇതോ അവിടെ കണ്ടോ. അവിടെ നിന്ന് നമ്മളിങ്ങനെ നടന്ന് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് പാറ ഇങ്ങനെ ആ സൈഡിലോട്ട് ഈ സൈഡിലോട്ട് ഇങ്ങനെ മാറ്റിയിട്ട് നമുക്ക് കടലിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലിങ്ങനെ താഴോട്ടിറങ്ങാം. ഇത് ഈ കായലിനോട് ചേർന്ന് തന്നെ ഇതാണ്ട് ഇവിടെ ഒരു കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം ഉണ്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കടലാണ് വരുന്നത്. അവിടെയും ഒരുപാട് ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ സൈഡിലോട്ടൊക്കെ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ കുട്ടികൾക്ക് കളിക്കാൻ്റെ ഉള്ള സംഭവങ്ങളൊക്കെ ഉള്ളത്. ഈ ഒരു ഭാഗത്താണ് കേട്ടോ. നമ്മൾ ഡ്രോണിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു വിഷ്വൽ എന്ന് പറയുന്നത് ഈ ഒരു കാപ്പിൽ ബീച്ചിൻ്റെ വിഷ്വൽ എന്ന് പറയുന്നത് നല്ലൊരു വിഷ്വൽ കേട്ടോ. ആ ഒരു വിഷ്വലിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ ഒരു ബോഡി കൊടുത്തിട്ടുണ്ടോ ഈ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇപ്പോൾ തുടങ്ങിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഒരുപാട് ഇതുപോലത്തെ ചെറിയ ചെറിയ കടകളുണ്ട്. നമ്മൾ മറീന ബീച്ചിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇതേപോലെ ഒരുപാട് പെട്ടിക്കടകളും ഇതുപോലെയുള്ള കടകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അതൊക്കെ വെച്ച് നോക്കണമെങ്കിൽ മറീന ബീച്ചിനെക്കാട്ടിയൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു ബീച്ചൊക്കെ നല്ല ബീച്ചാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ നടക്കാനൊക്കെ ഉണ്ട്. പക്ഷേ ഇത്രയും ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു പാലം കയറിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കാപ്പിൽ ബീച്ചിലേക്ക് വന്നത്. അതുപോലെ തന്നെ അവിടെ കാണുന്ന സ്ഥലം കേട്ടോ. അവിടെ ഈ ബോട്ടിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ആ സൈഡിലേക്ക് ഇറങ്ങുന്ന ബോട്ട് കണ്ടോ. അതിലേക്ക് നമുക്ക് ഈ കായലിലൊക്കെ ഇറങ്ങാനൊക്കെ പറ്റും. അപ്പോൾ അതിൻ്റെ ചാർജും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഈ സൈഡിലൊക്കെ അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ നമുക്ക് വൈകുന്നേരത്തൊക്കെ വരണമെങ്കിൽ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒരു വൈകുന്നേരം നമുക്ക് വന്ന് കടൽക്കാരെ കൊണ്ടിട്ട് പോകാം. ഇതുപോലെ ഇങ്ങനെ കായലിലേക്ക് ഇറക്കിയൊരു ഇത് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് സൈഡിൽ ഇവിടെയൊക്കെ മീൻ കിടന്നടിക്കുന്നുണ്ട്.
ഇവിടേക്ക് മീനുകളൊന്നും അടിക്കണം കേട്ടോ. ഇതിൽ നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ചിപ്പിയില്ലേ, ഇതിനെ കക്കാന്ന് ചിപ്പി എന്നൊക്കെ പറയും, ഓരോ സ്ഥലത്ത് ഓരോന്നാണ് പറയുന്നത്. അതിങ്ങനെ പൊങ്ങിക്കിടപ്പുണ്ടോ ഈ സൈഡിലൊക്കെ ഇതുണ്ടോ, ഈ സൈഡിൽ ഫുള്ള് അതാണ്. അപ്പോൾ ഈ ഒരു ബീച്ചിലും അത്യാവശ്യം വിദേശികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്കലത്തെ വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത് കേട്ടോ, വർക്കല ബീച്ചിൻ്റെ വീഡിയോ ചെയ്തത്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ മേഖലയിൽ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ കൊടുത്തേക്കാം. അപ്പം നിങ്ങളത് കയറി ആ ഒരു വീഡിയോ കാണുക. ഞാൻ ഇവിടെ വന്നിട്ട് ഈ ഒരു പാറയുടെ മുകളിലോട്ട് കയറി കേട്ടോ. അതാ ഇവിടെ നിന്ന് കാണുന്ന കാഴ്ചയാണ്, എനിക്ക് ഭംഗിയാണെന്ന് നോക്കി. അത് കഴിഞ്ഞ് നമ്മുടെ വർക്കലയെ കാണുന്നതൊക്കെ ഇവിടെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. രാത്രി ആകുമ്പോഴത്തേക്ക് ഓപ്പൺ ആകുന്ന രീതിയിൽ ഇതാ ഇതുപോലത്തെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട് ഈ സൈഡിലൊക്കെ. കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, കുറേ ബൈക്കുകളൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങോട്ട്. നമുക്കിനി ഇവിടെ നിന്ന് കുറച്ച് ദോ അങ്ങ് അറ്റം വരെ നടക്കാനുണ്ട്, നടന്ന് കാണാൻ വേണ്ടിയിട്ടുണ്ട്. ഈ ഒരു കടലിൻ്റെയും കായലിൻ്റെയും സൈഡിലായിട്ട് തന്നെ ഇതാ ഇതുപോലെ ഒരുപാട് കാറ്റാടി മരങ്ങളുണ്ട് കേട്ടോ. ഇതുപോലത്തെ കാറ്റാടി മരങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട്, രാത്രിയല്ല വൈകുന്നേരം ആയി, അപ്പോൾ ലൈറ്റൊക്കെ കുറഞ്ഞ്. അപ്പോൾ നമ്മൾ വന്നതൊരു 5 മണിക്കാണെന്നുണ്ടെങ്കിലും ഇവിടെ എത്തിയപ്പോഴത്തേക്ക് വെയിലൊക്കെ കുറഞ്ഞു കേട്ടോ. ഇതുപോലത്തെ ഒരുപാട് കാറ്റാടി മരങ്ങളുണ്ട്. പക്ഷേ ഇവിടേക്ക് വന്നിരിക്കാനൊക്കെ വൈകുന്നേരമൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ. കൂടെയൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. ആ സൈഡിലൊക്കെ ഒരുപാട് കുട്ടികളൊക്കെ ഒന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ വർക്കലത്തിനൊക്കെ തന്നെ വിദേശികളൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും അവിടെ നമ്മുടെ വർക്കല കാണുന്ന അത്രയും വിദേശികളൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേ നടന്ന് ആക്കണമെന്നുണ്ടോ, ഇതിലേ നടന്ന് കറങ്ങിതാ ഇവിടെ ആ ഒരു ഭാഗത്ത് വരാനാണ് നോക്കുന്നത്. ഇതിപ്പോൾ ഈ ഒരു സൈഡിൽ കൂടെ വേണം നമുക്ക് നടന്ന് ഇങ്ങനെ കറങ്ങി വരാൻ കേട്ടോ. നടക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, ആ സൈഡിൽ കൂടെ ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ നടന്ന്. നമ്മൾ ആ കാണുന്ന സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന പാറയുടെ മുകളിൽ കൂടെ ഇങ്ങനെ കയറി നടന്ന് പോയി കേട്ടോ. ആ കാണുന്ന അവിടെ നിന്നാണ് നടന്നതാ ഇങ്ങനെ വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തി. ഇനി ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഇങ്ങനെ നടന്ന് അറ്റം വരെ പോകണം കേട്ടോ. നമ്മുടെ ആ സൈഡിലൊക്കെ അപ്പുറ സൈഡൊക്കെ ആ ലൈറ്റ് അടിക്കുന്നുണ്ട്, അതൊക്കെ ചെറിയ റെസ്റ്റോറൻറ്റുകളാണ് കേട്ടോ. അപ്പോൾ നടന്നിപ്പോൾ ഇതുവരെ എത്തി. ഇനി ഇവിടെ നിന്ന് കുറച്ചങ്ങ് നടക്കാനുണ്ട്. പയ്യെ കുറച്ചൊരു ഇവിടെ ഇരുന്നിട്ട് നടക്കാൻ വെച്ചു. അവിടെ ഇതുപോലത്തെ പാറയുടെ മുകളിലേക്കാണ് നടന്ന് അങ്ങോട്ട് പോകുന്നത്. അത് ഇരുട്ടായി തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നടന്നതാ ഇവിടെ എത്തിയപ്പോൾ നല്ല പണി കിട്ടി കേട്ടോ. അപ്പോൾ കല്ല് അതുവരെ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങിയാലേ പറ്റൂ. അപ്പോൾ എന്തായാലും വെള്ളത്തിൽ ഇറങ്ങുന്നില്ല, ഇതാ രാത്രിയാണ്. അതും പോരാഞ്ഞിട്ട് തുണിയൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത്രയും കുളമാവും. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. അതിലിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ ഇവിടെ നിന്നിട്ട് തിരിച്ച് പോകാൻ നോക്കാം. ആ കടലും വലിയ തിരയൊന്നുമില്ല കേട്ടോ. അപ്പുറ സൈഡിലൊക്കെ നേരത്തെയൊക്കെ പോയ ആൾക്കാരൊക്കെ ആ അപ്പുറ സൈഡിൽ നിൽക്കുന്നതാണ് കേട്ടോ. അവിടെയൊക്കെ ഉണ്ട് നിൽക്കുന്ന ആൾക്കാർ. നടന്നതോ അവിടെയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇനിയിപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. കാപ്പിൽ ബീച്ചിൽ വരികയാണെങ്കിൽ വൈകുന്നേരം നമുക്ക് ഇതുപോലെ വന്ന് ഈ ഒരു പാറയുടെ മുകളിലൊക്കെ ഇങ്ങനെ കയറിയിട്ട് ഈ ഒരു സൈഡിൽ കടലാണ് കേട്ടോ. അതുപോലെ ഇപ്പുറ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് കായലും. ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ ഇവിടെ വന്ന് ഇത് കാണണമെന്നുണ്ടെങ്കിൽ. നമ്മൾ അങ്ങ് അപ്പുറ സൈഡിലേക്ക് പോകാനാണ് നോക്കി, അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ഈ ഒരു പാറയുടെ മുകളിൽ കയറി ഇങ്ങനെ നിൽക്കട്ടോ. അപ്പോൾ ആ സൈഡിലൊക്കെ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നതാണ്. ഇനിയിപ്പോൾ തിരിച്ച് ഇതുപോലെ തന്നെ ഈ കാണുന്ന പാറയുടെ മുകളിൽ കൂടെ വേണം നടന്ന് അപ്പുറ സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കാപ്പിൽ ബീച്ച് വന്ന് വീഡിയോസൊക്കെ എടുത്തിട്ട്, അപ്പോൾ വീഡിയോസൊക്കെ എടുത്ത് ഇപ്പോൾ ഒരുപാട് ഇരുട്ടി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് പുതിയൊരു നല്ലൊരു വീഡിയോ കാണാം.